ഹലോ ബെഞ്ചമിൻ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടല്ലോ ഗൗതം. എന്താ? കണിമംഗലം ഗ്രൂപ്പ്സിന്റെ ഓഫീസിലേക്ക് കയറുമ്പോ തന്നോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നില്ലേ? വിതിൻ മന്ത്സ് ബെഞ്ചമിൻ എന്ത് സാധിക്കുമെന്ന് ഞാൻ തെളിയിക്കുന്നു. എന്ത് സംഭവിച്ചിപ്പോ? അക്കൗണ്ട് സെക്ഷനില് സർവത്ര തിരുമറി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത കോടികളുടെ നഷ്ടം കണിമംഗല ഗ്രൂപ്പിനെ കാത്തിരിക്കുന്നു. ഒരറ്റം പരിശോധിച്ചപ്പോ തന്നെ വരുൺ നല്ല ടെൻഷനില്ല. ഇനി അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങുവാണെന്ന് ഭാവത്തിന് അറിയില്ലല്ലോ. താൻ സേഫ് ആയിരിക്കുമല്ലോ? നോ പ്രോബ്ലം. എന്നെ വരുൺ തന്നെ സംരക്ഷിച്ചു. ദാ ഇപ്പൊ തന്നെ ഞാൻ വരുണിന്റെ ക്യാബിനിൽ നിന്നാ വരുന്നത്. എന്റെ സഹായമാണ് വരുൺ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ബെഞ്ചമിൻ. അച്ഛൻ പുറത്തിറങ്ങുമ്പോഴേക്കും അതിന്റെ നാശം ഏകദേശം പൂർണ്ണമാവണം. പിന്നെ ഒന്ന് കുഴി തോണ്ടി മൂടുന്ന ചടങ്ങേ ഉള്ളൂ. അത് അച്ഛന് തന്നെ വിട്ടുകൊടുക്കണം. കുഴി തോണ്ടുകയോ കുളം കുത്തുകയോ എന്താന്ന് വെച്ചാ നിങ്ങൾ ചെയ്തോ. പക്ഷേ ഗൗതം, ഇക്കാര്യത്തിലൊന്നും എന്റേതല്ല ബ്രെയിൻ. എന്റെ സഹോദരി സാറയുടേതാ. അത് മറന്നു പോകരുത്. ഇല്ല ബെഞ്ചമിൻ, സാറ ഇപ്പോ എനിക്കും അച്ഛനൊക്കെ വേണ്ടപ്പെട്ട ആളല്ലേ. ആ സൗഹൃദം അങ്ങനെ തുടർന്നു പോകും. എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ളതാ. ഓക്കെ ഗൗതം. ഓക്കെ. തൽക്കാലം ഞാൻ എന്റെ സാറിനെ സമാധാനിപ്പിക്കാനുള്ള ചില പൊടിക്കൈകളൊന്നും ചെയ്തോട്ടെ. ഹലോ വരുൺ. ആ ആരതി, എവിടെയാ? ഞാനിവിടെ ചെറിയമ്മയുടെ അടുത്തുണ്ട്. ഞാനേ നല്ലൊരു ന്യൂസ് പറയാനാ വിളിച്ചത്, ജാതിയെ കുറിച്ച്. ഒരു മിനിറ്റ് വരുൺ, ഞാൻ ഫോൺ സ്പീക്കറിലിടാം. ചെറിയമ്മയോട് കേക്കട്ടെ. ഹലോ വരുൺ. അതെ, നമ്മുടെ ഐഡിയ വർക്കൗട്ട് ആവണമെന്നാ എനിക്ക് തോന്നുന്നത്. രാധിക ഇപ്പൊ വീട്ടിലെല്ലാവരോടും എന്റെ അമ്മ ശ്യാമമ്മയുടെ തന്നെ ആയിരിക്കുമെന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ നോക്കുമ്പോൾ മാഗസിനിൽ വന്ന മാഡത്തിന്റെ ചിത്രവും അയാളുടെ ഫോട്ടോയും ഒന്നിച്ചു വെച്ച് എന്തൊക്കെയോ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് പല രീതിയിലും ചോദിച്ചു, പക്ഷേ ഞാൻ ഒഴിഞ്ഞു മാറി. നമ്മളൊരു ലക്ഷ്യം തീരുമാനിച്ചിരിക്കുമ്പോ ചെറുതായിട്ടൊന്നും വേദനിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അയാളുടെ അവസ്ഥ ഈ നിലയ്ക്ക് പോവാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാഡത്തിന്റെ അടുത്ത് എത്തിച്ചേരുമെന്നാ എനിക്ക് തോന്നുന്നത്. വരുൺ, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച് അവളുടെ ചോദ്യങ്ങളൊന്നും നിഷേധിക്കണ്ട കേട്ടോ. നല്ല സങ്കടാവും മോൾക്ക്. ഏയ് ഇല്ലില്ല, അയാളുടെ ഓരോ നീക്കങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. ശ്യാമ മാഡത്തിന്റെ പ്രാർത്ഥനകൾക്കും രാധികയുടെ ഭക്തിക്കും അധികം താമസിയാതെ ഒരു കൂടിച്ചേരലുണ്ടാവും. ഞാൻ പിന്നെ വിളിച്ചോളാം. ചെറിയമ്മ ഹാപ്പി ആയില്ലേ? കേൾക്കുമ്പോ സന്തോഷം, പക്ഷേ എന്നിട്ടും മനസ്സ് വല്ലാണ്ട് കിടന്ന് പിടയ്ക്കുക. അത് മനസ്സിന്റെ ശീലം കൊണ്ടാ. ഇത്രയും കാലം ഇത്രയ്ക്ക് സങ്കടപ്പെട്ടതല്ലേ, ഇനി മോള് വന്ന് അടുത്ത് നിൽക്കുമ്പോ അത് മാറിക്കോളും. അല്ലെങ്കിൽ അവള് മാറ്റിയെടുത്തോളൂ. വരട്ടെ, അവൾ എന്റെ അടുത്ത് എത്തട്ടെ. അവൾ എന്റെ മുഖത്ത് നോക്കി അമ്മയെന്നൊന്ന് വിളിക്കട്ടെ. അപ്പോഴല്ലാതെ അതിന്റെ ചങ്കടുപ്പോ മനസ്സിന്റെ പരിഭ്രമോ ഒന്നും തീരില്ല. സത്യം പറഞ്ഞ എനിക്കിതിപ്പോ വല്ലാത്ത ത്രില്ലായിട്ടോ. ഇതുവരെ വലിയ വലിയ കേസിന്റെ കോംപ്രമൈസുകൾക്കൊക്കെ ഞാൻ നടുവിലിരുന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാ. ഹലോ
റിയലി? ഓ താങ്ക് യു. ശരത്തെ, ഞാനും മുത്തശ്ശി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ മയക്കുമരുന്ന് കേസിലാണ് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ റിമാൻഡില്. ഇനി എന്താവോന്ന് അറിയില്ല. മോനെ, മോൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും. ജയിലിൽ ചെന്ന് കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോ പേടിയാവുക. ഈ വയസ്സാം കാലത്ത് എനിക്ക് ഈ വിധി വന്നല്ലോ ഈശ്വര. ബന്ധുക്കളും ഇല്ല, ദൈവം പോലും കൂടെ ഇല്ല. ശരത്തെ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടത് ചെയ്യണം. വേറെ ആരോടും ഞങ്ങൾക്കിപ്പോ പറയാനില്ല. ഞാൻ ശ്രമിക്കാം എന്റെ പരിധിയിൽ നിന്ന്. അങ്ങനെ പറയാനല്ലേ പറ്റൂ. നിങ്ങൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടതുകൊണ്ട് പോലീസുകാർ എന്നെയും ചോദ്യം ചെയ്തു. പോലീസുകാരെ പല രീതിയിലും വാച്ച് ചെയ്യുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. ഉമ്മർക്ക് വേറെ ഒരു പണിയും ഇല്ലേ? കുടുംബത്ത് കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരുന്നാ പോരെ? എടാ, എന്തിനാണോ നമ്മളെയൊക്കെ പിടിക്കാൻ നടക്കുന്നേ? എടാ എന്റെ പൊന്നുമോനെ, മുത്തശ്ശിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയ മുത്തശ്ശി എന്തു വേണമെങ്കിലും തരാടാ. എടാ, കൈവിട്ട് കളയല്ലേടാ. ശരത്തെ, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം നിനക്കറിയാലോ.